السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وغلبة الدين وقهر الرجال. ബഹുമാന്യരായ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മാനസിക സംഘർഷം, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലാണ് നമ്മൾ പരസ്പരം ചില നസീഹത്തുകൾ കൈമാറാൻ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതം വ്യത്യസ്തങ്ങളായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. ഐശ്വര്യവും ദാരിദ്ര്യവും, സമ്പത്തും ധന്യതയും, രോഗവും ആരോഗ്യവും, ഞെരുക്കവും പ്രയാസവും, സുഖവും ദുഃഖവുമെല്ലാം സമ്മിശ്രമാകുന്ന ജീവിതമാണ് മനുഷ്യജീവിതം. അത് മനുഷ്യൻ്റെ ആയുസ് നിലനിൽക്കുന്നിടത്തോളം ഈ പറഞ്ഞ അവസ്ഥകൾക്കും നിലനിൽപ്പുണ്ടാകും, ആയുസ്സുണ്ടാകും. മനുഷ്യ ജീവിതത്തിൽ ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും അവസാനമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസാനം വരെയാണ്. അത് നമ്മൾ ഈ ദുനിയാവിനോട് വേർപിരിയുന്നത് വരെ നമ്മോട് വേർപിരിയാതെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മിലേക്ക് എത്തുന്ന അതിഥികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദുഃഖങ്ങളും വിഷമങ്ങളും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ വിധി നിർണയപ്രകാരമാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദയാണത്, ഖളാ ഖദറിലുള്ള വിശ്വാസം. അതില്ലെങ്കിൽ ഒരാൾ പൂർണ്ണ മുസ്ലിമാകുകയില്ല, മുഅ്മിനാവുകയില്ല. ഒരു ദുഃഖവും ഒരു വിഷമവും ഒരു പ്രയാസവും പ്രതിസന്ധിയുമില്ലാത്ത സുഖങ്ങൾ മാത്രമുള്ള സ്വർഗത്തിലേക്ക് ഒരു മുസ്ലിം കാലെടുത്ത് വെക്കുന്നത് വരെ തുടരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചതുപോലെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറിമറിയും. എപ്പോഴാണ് അതിന് അവസാനം ഉണ്ടാകുക? ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത സുഖങ്ങൾ മാത്രമുള്ള സ്വർഗത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുവോളം ഈ ജീവിതത്തിൽ ഇത് സംഭവിക്കും. അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. സ്വർഗത്തിൽ ലാ ഹസനുൻ വലാ അലമുൻ വലാ ഹമ്മുൻ വലാ ഗമ്മുൻ വലാ കർബുൻ വലാ ദൈഖുൻ. അവിടെ പിന്നെ വിഷമമില്ല, ദുഃഖമില്ല, വേദനകളില്ല, പ്രയാസങ്ങളില്ല, പ്രതിസന്ധിയില്ല, ഞെരുക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന
അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന ഉമ്മത്തി മർഹൂമത്തുൻ, ഇന്ന ഉമ്മത്തി ഉമ്മത്തുൻ മർഹൂമത്തുൻ, എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം കരുണ ലഭിക്കപ്പെട്ട സമൂഹമാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യത്തിന് അർഹരായ സമൂഹമാണ്. ലൈസ അലൈഹാ ഫിൽ ആഖിറതി അദാബുൻ, അവർക്ക് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നുള്ള മുഅ്മിനീങ്ങളെ, തൗഹീദുള്ളവരെ അല്ലാഹു ആഖിറത്തിൽ ശിക്ഷിക്കുകയില്ല. ഇല്ല അദാബുഹാ ഫിദ് ദുനിയ, എന്നാൽ അവർക്ക് ദുനിയാവിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾക്ക്, പാപങ്ങൾക്ക് പരിഹാരമായി അള്ളാഹു ചില പ്രായശ്ചിത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കും. അൽ ഖത്ലു വൽ ബലാബിലു വസ്സലാസിൽ, അതിൽപ്പെട്ടതാണ് അവരിൽ ചിലർ കൊല്ലപ്പെടും, അവർക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും, ഭൂകമ്പം പോലെയുള്ള ദുരന്തങ്ങൾ അവരെ പിടികൂടും. അത് ദുനിയാവിൽ ആഖിറത്തിലേക്ക് അല്ലാഹു അവർക്കുള്ള ശിക്ഷ നീട്ടിവെക്കാതെ അവരുടെ തെറ്റുകൾക്ക്, കുറവുകൾക്ക് പ്രായശ്ചിത്തം നൽകുന്നതാണ്. അപ്പോൾ ഒരു മുഅ്മിനിന് ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവൻ തൗഹീദിലാണെങ്കിൽ, അല്ലാഹുവിലുള്ള ഈമാൻ വിശ്വാസം അടിയുറച്ചവനാണെങ്കിൽ അതോടെ തീരും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഒരു ദുഃഖവും ഒരു പ്രയാസവും അവൻ അലട്ടാത്ത രൂപത്തിൽ അവനവിടെ സുഖിച്ചു കഴിയാൻ സാധിക്കുമെന്നതാണ്. അതുകൊണ്ടാണ് സ്വർഗവാസികളുടെ ആദ്യത്തെ പ്രാർത്ഥന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി സൂചകമായി പറയുന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ എടുത്തു പറയുന്നുണ്ട്. വഖാലു അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, അവർ പറയും, സ്വർഗവാസികൾ, ഞങ്ങളിൽ നിന്ന് ദുഃഖത്തെ, പ്രയാസങ്ങളെ കാലാകാലത്തേക്ക് ഇല്ലാതാക്കിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് സ്വർഗവാസികൾ പറയുമെന്നാണ്. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, കാരണം ഞങ്ങളുടെ റബ്ബ് അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും ഞങ്ങൾ ചെയ്ത നന്മകൾക്ക് പൂർത്തിയായ പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം നൽകിയ നന്ദിയുള്ളവനുമാകുന്നു എന്ന് സ്വർഗവാസികൾ പറയുമെന്നാണ്. അപ്പോൾ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവരുടെ ആദ്യ ഹംദുകളിൽ, പ്രാർത്ഥനകളിൽ ഒന്ന്, ഞങ്ങളെ തൊട്ട് ദുഃഖങ്ങളെ ഇല്ലാതാക്കിയ, പ്രയാസങ്ങളെ കാലാകാലത്തേക്ക് നീക്കം ചെയ്ത റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതി എന്നാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രയാസങ്ങൾ നിലക്കുന്നത്, അവന് ദുഃഖവും വിഷമവും ഇല്ലാതാകുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. എന്നാൽ അതുവരെ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അത് അവൻ്റെ വീഴ്ചകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതിൽ ക്ഷമിച്ചാൽ അവന് കണക്കില്ലാതെ പ്രതിഫലമാണ്. ഇങ്ങനെയായിരിക്കണം പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇവിടെ മരിക്കും, എല്ലാറ്റിനും അന്ത്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അവധി വരെ അത് നിലനിൽക്കും. അത് പരിമിതമാണ്, സമയബന്ധിതമാണ്. എന്നാൽ മരിക്കാത്ത ലോകത്ത് കാലാകാലം നിലനിൽക്കുന്ന സുഖം, അതിനെ പ്രതീക്ഷിക്കുന്നവർക്ക് മരിക്കുന്ന, നശിക്കുന്ന ലോകത്തെ പ്രയാസങ്ങൾ അത് നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കും. യഥാർത്ഥ ദുഃഖവും പ്രയാസവും എന്ന് പറഞ്ഞാൽ മരിക്കാത്ത ലോകത്ത്, പരലോകത്ത് നരകത്തിൽ പ്രവേശിച്ചവർ അനുഭവിക്കുന്ന ശിക്ഷയും പ്രയാസങ്ങളുമാണ്. അതുകൊണ്ട് യഥാർത്ഥ പ്രയാസം, യഥാർത്ഥ ദുഃഖം, വിഷമം, പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത, നാളെ നരകത്തിൽ കഴിയേണ്ടി വരുന്ന ശാശ്വതമായ ശിക്ഷയുടെ ലോകത്ത് അനുഭവിക്കുന്ന പ്രയാസമാണ്. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രയാസവും നമുക്ക് പ്രയാസമാകുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർവ്വ മാനസിക സംഘർഷങ്ങൾക്കും വിഷമങ്ങൾക്കും വിഷാദത്തിനും ഉത്കണ്ഠകൾക്കുമെല്ലാം അന്ത്യം കുറിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള, പരലോകത്തിലുള്ള, സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസം നമ്മെ സഹായിക്കും. അള്ളാഹുവിൻ്റെ വിധി, അവൻ്റെ തീരുമാനം
അതിൽ തൃപ്തിയടയുക, ക്ഷമിക്കുക. അള്ളാഹുവിന്റെ സ്വർഗം മോഹിച്ച് ക്ഷമിക്കുന്നവർക്കുള്ള കണക്കില്ലാത്ത പ്രതിഫലം ആഗ്രഹിച്ച് സഹനം കൈക്കൊള്ളുക, അതൊരു നന്മയായി ഇബാദത്തായി മാറ്റുക. ഇത് വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒറ്റമൂലിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞെരുങ്ങിയ ജീവിതം, ഇടുക്കമുള്ള ജീവിതം, മനക്ലേശങ്ങളും പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഉള്ള ജീവിതം, അതാരുടെ ജീവിതമായിട്ടാണ് പറഞ്ഞത് ഖുർആനിലൂടെ. സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന്, അവന്റെ കലാമായ സംസാരമായ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന്, ദീനിന്റെ മാർഗദർശനങ്ങളിൽ നിന്ന് ആരാണോ പുറംതിരിഞ്ഞത്, അള്ളാഹുവിനെ മറന്നു, അവന്റെ റസൂലിനെ മറന്നു, അവരുടെ ജീവിത വിജയമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ കൈവടിഞ്ഞ് ആര് പുറംതിരിയുന്നുവോ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവനാണ് ഇടുങ്ങിയ ജീവിതം, അവനാണ് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതപൂർണമായ ജീവിതം. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, അല്ലാഹു പറയുന്നു, അവരെ നാം ഖിയാമത്ത് നാളിൽ, പരലോക നാളിൽ അന്ധരായി, കാഴ്ചയില്ലാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. കാരണം എന്താണ്? ദുനിയാവിൽ ജീവിച്ച കാലത്തോളം അവർ കാണേണ്ടത് കണ്ടിട്ടില്ല, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ അവർ കണ്ടില്ല, ശ്രവിച്ചില്ല, മനസ്സിലാക്കിയില്ല, ഇസ്ലാമിന്റെ പാഠങ്ങൾ അവർ അന്വേഷിച്ചില്ല, അവർ തിരിച്ചറിഞ്ഞില്ല, ദീനിന്റെ നന്മകളിൽ അവർക്ക് ഉൾക്കാഴ്ചയുണ്ടായില്ല. അതുകൊണ്ട് പരലോകത്ത് അന്ധത ബാധിച്ചവരായി അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇടുങ്ങിയ ജീവിതം അള്ളാഹുവിനെ മറന്നവർക്കാണ്, അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിഞ്ഞവർക്കാണ്, വിശ്വാസമില്ലാത്തവർക്കാണ്, തൗഹീദില്ലാത്തവർക്കാണ്, നന്മകൾ ജീവിതത്തിൽ തൊട്ടുതീണ്ടാത്തവർക്കാണ്. അവർക്കിടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിക്കവേ ഖുർആൻ വ്യാഖ്യാതാക്കൾ, മുഫസ്സിറുകൾ പറഞ്ഞു, മഈശതൻ ദയ്യിഖതൻ ഫിദ് ദുനിയ വഫിൽ ബർസഖ്. ദുനിയാവിലും അവരുടെ ജീവിതം ഞെരുങ്ങിയിട്ടായിരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഖബറും അവർക്ക് മേലിടുങ്ങും. ഖബറിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, മരണത്തോടുകൂടി അവർ അത് അനുഭവിക്കും. ദുനിയാവിൽ ചിലപ്പോൾ ആളുകൾക്ക് മുമ്പിൽ വലിയ സമ്പന്നരായേക്കാം, ഉന്നത സ്ഥാനീയരായേക്കാം, നേതാക്കളായിരിക്കാം, ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച സെലിബ്രിറ്റികളായേക്കാം. പക്ഷേ നാം കേൾക്കുന്നു, വായിക്കുന്നു, അറിയുന്നു, അവരിൽ പലരും, പ്രസിദ്ധരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പലരും, ദുനിയാവിന്റെ എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന, അപരമിക്കുന്ന പലരും ഒരു ദുർബല നിമിഷത്തിൽ ഈ ഞെരുക്കം അവരുടെ ജീവിതത്തെ കാർന്നു തിന്നുകയും ഒരു കയറിന്റെ തുരുമ്പിൽ, അതല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തെ ആത്മഹത്യാ പ്രേരണയിൽ അവർ ജീവിതം ഒടുക്കുന്നതായി നമ്മൾ കാണുന്നു. കാരണം ഇസ്ലാമിനെ, ഈമാനിനെ, തൗഹീദിനെ അവർ പുൽകിയിട്ടില്ല. ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന വിഷമങ്ങൾ, അതിന് ശാശ്വതമായ പരിഹാരമേകുന്ന മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല, ആ ചികിത്സ അവർ തേടിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിന്റെ ആമുഖമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈമാനുള്ളവർക്ക്, തൗഹീദുള്ളവർക്ക്, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക്, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർക്ക്, പരലോക ബോധമുള്ളവർക്ക്, സ്വർഗ നരകങ്ങളിൽ ഈമാനുള്ളവർക്കാണ് സമാധാനം കൈവരുക. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾ സ്വസ്ഥമാകുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരുക. ഹൃദയങ്ങൾ പടച്ച റബ്ബ്, ഹൃദയങ്ങളുടെ സൃഷ്ടാവ്, മനസ്സിനെ പടച്ചവൻ, അവനെക്കുറിച്ചുള്ള സ്മരണയിലെ മനസ്സകങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ, ഹൃദയങ്ങൾക്ക് സ്വസ്ഥത കൈവരുകയുള്ളൂ. ഹൃദയം, മനസ്സകം ചിന്തകൾ കൊണ്ട്, ആകുലതകൾ കണ്ട്, ഉത്കണ്ഠകൾ കൊണ്ട്, വിഷാദം വരിഞ്ഞു മുറുക്കി, മാനസിക സംഘർഷങ്ങളാൽ കടുത്തുപോയി, ഞെരുങ്ങിപ്പോയി പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിലേക്കുള്ള മനസ്സിന്റെ തേട്ടം, അള്ളാഹുവിലേക്കുള്ള അവലംബം, അവനേക്കുള്ള അഭയം പ്രാപിക്കൽ, അവനോടുള്ള രക്ഷാതേട്ടം, അത് ഹൃദയത്തിന് ലഭിക്കുന്ന സമാധാനം, ഹൃദയത്തിന് സമ്മാനിക്കുന്ന സ്വസ്ഥത,
അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിൽ വർണ്ണനാതീതമായ അവസ്ഥയാണ്. അതനുഭവിക്കുന്ന മുഅ്മിനിന് അതനുഭവിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹ് സുദ്റഹു ലിൽ ഇസ്ലാം. ആരുടെ ഹൃദയമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് വിശാലത ചെയ്യുന്നത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ ഹൃദയത്തിന് ഇസ്ലാമിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്മാർഗത്തിലേക്കും ഈമാനിലേക്കും അല്ലാഹു വിശാലത ചെയ്യും. വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സുദ്റഹു ദയ്യികൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണോ വഴികേടിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഹൃദയം ഞെരുങ്ങും, അവരുടെ ഹൃദയം ഇടുങ്ങും, മാനസിക സംഘർഷങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അതിനെ പുൽകാത്തവർ, ഇസ്ലാമിലേക്കും ഈമാനിലേക്കും സഞ്ചരിക്കാത്തവർ, അവരുടെ ഹൃദയം ഞെരുങ്ങും. അവരെയും നമ്മയും പടച്ച സർവ്വ മനുഷ്യരുടെയും ഹൃദയത്തെ പടച്ച ലോകരുടെ റബ്ബ്, ലോകന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ വചനമാണിത്. ഹൃദയം ഞെരുങ്ങുന്നത് ആർക്കാണ്? ഹൃദയത്തിൽ ഇടുക്കം ഉണ്ടാകുന്നത് ആർക്കാണ്? ഹിദായത്ത് ലഭിക്കാത്തവർ, വഴികേടിലായവർക്ക്, ഇസ്ലാമിനെതിരെ സഞ്ചരിക്കുന്നവർക്ക്. കഅന്നമാ യസ്അദു ഫിസ്സമാ, ശൂന്യാകാശത്തേക്ക് ജീവവായു അന്യമാകുന്ന ശൂന്യാകാശത്തേക്ക് ഒരാൾ കയറിപ്പോകുന്നത് പോലെയാണ് അവരവസ്ഥ. ബഹിരാകാശത്തേക്ക് കയറിപ്പോകുന്നവരുടെ അവസ്ഥ എന്താണ്? അവിടെ ശ്വസനവായു അന്യമാകും, അത് കുറഞ്ഞു വരും. ഇതുപോലെ ആകാശത്തേക്ക് കയറിപ്പോകുന്ന ഒരാളുടെ ഹൃദയം ശ്വസിക്കാൻ വായുവില്ലാതെ എങ്ങനെ ഞെരുങ്ങും, എങ്ങനെ ഇടുങ്ങും? അപ്രകാരമായിരിക്കും ഹൃദയത്തിൽ ഇസ്ലാമും ഈമാനും പ്രവേശിക്കാത്തവരുടെ അവസ്ഥ. അത് ഞെരുങ്ങിപ്പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങൾക്ക് ആശ്വാസവും സമാധാനവും അള്ളാഹുവിന്റെ ദീനിലാണ്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, തൗഹീദിലാണ്, സന്മാർഗത്തിലാണ്. അതാണ് നമുക്ക് സമാധാനവും സ്വസ്ഥതയും കൈവരാനുള്ള ഏറ്റവും വലിയ മാർഗം, ഏറ്റവും വലിയ ചികിത്സ അതാണ്. എന്നാൽ ശിർക്കും കുഫ്റും ദലാലത്തും വഴികേടും തോന്നിവാസങ്ങളും അത് ഹൃദയം ഞെരുങ്ങാൻ, മനസ്സിടുങ്ങാൻ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വീണ്ടും വർദ്ധിക്കാൻ അത് കാരണമാകുകയുള്ളൂ. യാതൊരു സംശയവുമില്ല. ഈ പാഠം നമ്മുടെ വിശ്വാസമായി, നമ്മുടെ അഖീദയായി നമ്മുടെ കൽബിൽ കുറിച്ചു വെക്കണം. ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തേക്ക് നമുക്ക് പോകേണ്ടി വരികയില്ല. ഒരു കൗൺസിലിങ്ങിന് നമ്മൾ വിധേയരാകേണ്ടി വരികയില്ല. ആരുടെയും ശാസ്ത്രീയമായ ഉപദേശങ്ങൾ മാനസിക സംഘർഷങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് സ്വീകരിക്കേണ്ടി വരികയില്ല. കാരണം മനസ്സിനെ പടച്ച റബ്ബിന്റെ നിർദ്ദേശമാണിത്, അവന്റെ ഉത്ബോധനമാണിത്, അവൻ നൽകിയ ചികിത്സാ മന്ത്രമാണിത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ഇസ്ലാമും തൗഹീദും ഈമാനും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവനെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു ജിന്നിനെയും ഒരു മനുഷ്യനെയും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവന്റെ ഏകത്വം അംഗീകരിച്ച് അവന് മാത്രം ആരാധനകൾ സമർപ്പിക്കാൻ, അവന് വിധേയനായി, അവനെ അനുസരിച്ച്, അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച്, അവന്റെ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്തി ജീവിക്കാനാണ് അള്ളാഹു നാം അടങ്ങുന്ന മനുഷ്യർക്ക് ജീവൻ നൽകിയത്. എന്നാൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാത്തവർ, അവരുടെ ജീവിതം പ്രശ്നകലുഷിതമായിരിക്കും. പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരെ വരിഞ്ഞു മുറുക്കും. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് ഹൃദയത്തിന് വിശാലത നൽകിയവർ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലാണ്. അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഇസ്ലാമിന്റെ ഈമാനിന്റെ പ്രകാശത്തിലാണ് അവരുടെ സഞ്ചാരം. അങ്ങനെ അവരുടെ ഹൃദയം വിശാലമാകും, ഹൃദയത്തിൽ സന്തോഷം കളിയാടും. കാരണം ഹിദായത്തിന്റെ പ്രകാശമാണ് അതിലുള്ളത്, ഈമാനിന്റെ പ്രകാശമാണ്. എന്നാൽ ഫഇദാ ഫുഖിദ ഹാദൻ നൂർ, ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഹിദായത്തിന്റെയും പ്രകാശം നഷ്ടപ്പെട്ട ഒരുത്തൻ, ഒരമുസ്ലിം, ഒരവിശ്വാസി, ഒരു കാഫിർ, അവന്റെ ഹൃദയത്തിൽ ഈ പ്രകാശമില്ല. അവന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു പറഞ്ഞു, അവന്റെ ഹൃദയം ഞെരുങ്ങും. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ദാഖ വഹറജ,
അവന്റെ ഹൃദയം കുടുശാകും. വസാറ ഫീ അദ്യഖി സിജ്നിൻ വഅസ്അബി, ഏറ്റവും ഇടുങ്ങിയ ഒരു കാരാഗ്രഹത്തിൽ ഒരു ജയിലിൽ അടക്കപ്പെട്ടവനെ പോലെ അവൻ ഞെരിഞ്ഞമരും. അവന്റെ കൽബിന്റെ അവസ്ഥ ഏതാകും? പുറമേക്ക് എന്തവൻ പ്രകടിപ്പിക്കട്ടെ, ഉപരിപ്ലവമായി എന്തവൻ ആളുകൾക്ക് മുമ്പിൽ ചമയട്ടെ, അഭിനയിക്കട്ടെ, പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഇതായി. സമാധാനത്തിന് വേണ്ടി കേഴുന്ന, എന്നാൽ അതിന്റെ യഥാർത്ഥ പരിഹാരം അറിയാത്ത അവസ്ഥയിൽ ഹൃദയം ഞെരുങ്ങിക്കൊണ്ടേയിരിക്കും. ഫനസീബുൽ അബ്ദി മിൻ ഇൻശിറാഹി സദ്രിഹി ബിഹസബി നസീബിഹി മിൻ ഹാദൻ നൂർ. അതുകൊണ്ട് സഹോദരങ്ങളെ, സമാധാനവും ഹൃദയ വിശാലതയുമെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം, ഈമാനിന്റെ പ്രകാശം, ഹിദായത്തിന്റെ പ്രകാശം സംഭരിക്കുന്നതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അൽ-ഹാഫിദ് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫൽ ഖൽബുൽ ലദീ ദഖലഹു നൂറുൽ ഈമാൻ, ഈമാനിന്റെ പ്രകാശം പ്രവേശിച്ച ഒരു ഹൃദയം, അള്ളാഹുവിലും അവന്റെ റസൂലിലും സ്വർഗ നരകങ്ങളിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, അവന്റെ ഹൃദയം അതിനിടുക്കമുണ്ടാകുകയില്ല, അവന്റെ ഹൃദയം അസ്വസ്ഥമാകുകയില്ല, അവന്റെ ഹൃദയം ചാഞ്ചാടുകയില്ല. യസ്കുനുൽ ഹഖ്, സത്യം എവിടെയാണോ ആ സത്യത്തിൽ അവൻ സമാധാനമടയും. വയത്മഇന്നു ബിഹി വയഖ്ബിലു, അവന്റെ ഹൃദയം അത് സ്വീകരിക്കും, അതിലൂടെ അവൻ ആശ്വാസം കണ്ടെത്തും. വയംഫിറു അനിൽ ബാത്തിൽ, നിരർത്ഥകമായ വ്യാജമായ അനിസ്ലാമികമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അവന്റെ ഹൃദയം അകലും. വയക്റഹുഹു വലാ യഖ്ബലു, അവനത് വെറുക്കുകയും അതിനെ സ്വീകരിക്കാതെ കൈവടിയുകയും ചെയ്യും. അനാവശ്യമായതൊന്നും അവന്റെ ഹൃദയം സ്വീകരിക്കുകയില്ല. നമ്മുടെ ഹൃദയം ഞെരുങ്ങാനും പ്രയാസങ്ങൾ വർദ്ധിക്കാനുമുള്ള കാര്യം ഹൃദയത്തിനകത്ത് അനാവശ്യങ്ങൾ കടന്നുകൂടിയെന്നതാണ്, അനിസ്ലാമികതകൾ കടന്നുകൂടിയെന്നതാണ്. ആരെക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. അള്ളാഹു കഴിഞ്ഞാൽ സൃഷ്ടികളിൽ, അവന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മോടുള്ള നമ്മുടെ സ്നേഹത്തെക്കാൾ മികച്ചിട്ടില്ല. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു വെറുത്തതിനെ ഏറ്റവും വെറുപ്പായി നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹു വെറുത്തവരെ നാം വെറുത്തിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നാം ഇഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ നാം ഇഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹു വെറുത്തതിനെ നാം വെറുത്തിട്ടില്ല. അള്ളാഹുവിന്റെ സ്നേഹം സമ്പാദിക്കാൻ, അവന്റെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടില്ല. നമുക്കത് ഇഷ്ടമില്ല. നമ്മുടെ ഹൃദയത്തിൽ മടുപ്പാണ്, വെറുപ്പാണ്, അലസതയാണ്, അലോസരമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ ഹൃദയം ഞെരുങ്ങും. സ്വാഭാവികമാണ്, അതിൽ മനസ്സംഘർഷങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികളും പ്രയാസങ്ങളും അരിഞ്ഞു മുറുക്കും. അത് ഇടുങ്ങിയ കാരാഗ്രഹം പോലെ നമുക്ക് അനുഭവപ്പെടും. അതല്ലാത്ത ഹൃദയങ്ങളിൽ, ഈമാനിനോടും ഇസ്ലാമിനോടും ഇഷ്ടമുള്ള ഹൃദയങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും അവർ അനുഭവിച്ചറിയും. മഹാനായ അൽ-ഇമാം മുഹമ്മദ് ഇബ്നു അസ്ലം അത്തൂസി റഹിമഹുല്ലാഹ് ഹിജ്റ 242 മരണപ്പെട്ട അദ്ദേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കുകയും അതിന് വളർച്ചയും വികാസവും ലഭിക്കുകയും അതവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സമ്മാനിക്കുകയും അവനൊരു പൂർണ്ണ മുസ്ലിമായി, പൂർണ്ണ മുഅ്മിനായി അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണയിൽ, ഈമാനിന്റെ ശോഭയിൽ സമാധാനമടയുന്നവനായി മാറുന്ന അവസ്ഥ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഫബദ്ഉൽ ഈമാനി മിൻ ഖിബലില്ലാഹി ഫദ്ലുൻ മിൻഹു വറഹ്മത്തുൻ. ഒരാളുടെ ഈമാനിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവങ്കിൽ നിന്നുള്ള ഔദാര്യമായി, കാരുണ്യമായി അവൻ ഇട്ടുകൊടുക്കുന്നതാണ്. വമന്നുൻ യമുന്നു ബിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു എല്ലാവർക്കും അത് നൽകുകയില്ല. അവന്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന, തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഫയഖ്നിഫു ഫി ഖൽബിഹി നൂറൻ യുനവ്വിറു ബിഹി ഖൽബഹ്. അവന്റെ ഹൃദയം പ്രകാശമാനമാകാൻ അല്ലാഹു ഹൃദയത്തിൽ ഈമാൻ ഇട്ടു കൊടുക്കും, ഹിദായത്ത് ഇട്ട് കൊടുക്കും. വയശ്റഹു ബിഹി സദ്റ. അപ്പോഴത് അവന്റെ ഹൃദയം വിശാലമാകുന്നു, ഇസ്ലാമിലേക്ക് വിശാലമാകുന്നു. വയസീദു ഫി ഖൽബിഹിൽ ഈമാൻ. അവന്റെ ഹൃദയത്തിലെ ഈമാൻ വർദ്ധിക്കുന്നു. വയുഹബ്ബിബുഹു ഇലൈഹി. അവന്റെ ഹൃദയത്തിന് അത് പ്രിയങ്കരമാകുന്നു. ഫഇദാ നവ്വറ ഖൽബഹു വസയ്യന ഫീഹിൽ ഈമാന വഹബ്ബബഹു ഇലൈഹി. അങ്ങനെ അവന്റെ ഹൃദയം ഈമാൻ കൊണ്ട് പ്രകാശിച്ചാൽ, ഈമാൻ കൊണ്ട് അലങ്കരിക്കപ്പെട്ടാൽ, ആമന ഖൽബുഹു ബില്ലാഹ്, അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനായി മാറും. വമലായികതി,
അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നവനായി മാറും. വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിന്റെ കിതാബുകളിൽ അവന്റെ മുർസലുകളിൽ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നവനായി അവൻ മാറും. വബിൽ ഖദരി കുല്ലിഹി ഖൈരിഹി വശർരി, എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് നാം ഇഷ്ടപ്പെടുന്നതാകട്ടെ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എന്ന് ഉറച്ചവൻ വിശ്വസിക്കും. വആമന ബിൽ ബഅസി, മരിച്ചതിന് ശേഷം ഇനി ഒരു ജീവിതമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭം എന്ന് അവൻ വിശ്വസിക്കും. വൽ ഹിസാബി വൽ ജന്നതി വന്നാർ, പരലോകത്തെ വിചാരണയിൽ, സ്വർഗ നരകങ്ങളിൽ, രക്ഷാശിക്ഷകളിൽ അവൻ വിശ്വസിക്കും. എങ്ങനെ വിശ്വസിക്കും? ഹത്താ കഅന്നഹു യൻദുറു ഇലാ ദാലിക്, അവൻ അതിനെ നോക്കി കാണുന്നതിന് പോലെ, അവന്റെ കൺമുമ്പിൽ കാണുന്നതിന് പോലെ. അള്ളാഹുവിനെ അവൻ കണ്ടിട്ടില്ല, സ്വർഗ നരകങ്ങൾ അവൻ കണ്ടിട്ടില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും നാം അടങ്ങുന്നവർ കണ്ടിട്ടില്ല. മലക്കുകളെ നമ്മൾ കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുർസലീങ്ങൾ, പൂർവകാല മുർസലീങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ഖുർആൻ അല്ലാത്ത മറ്റു കിതാബുകളെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം അദൃശ്യമായ കാര്യങ്ങളാണ്. പക്ഷെ അള്ളാഹു ഹൃദയത്തിലേക്ക് ഈമാൻ ഇട്ട് കൊടുത്താൽ, ഇസ്ലാമിലേക്ക് അവന്റെ ഹൃദയം വിശാലമായാൽ, ഇസ്ലാം കൊണ്ട് അവൻ സമാധാനമടഞ്ഞാൽ, അവന്റെ ഹൃദയം അതിൽ വിശ്വസിക്കും. എങ്ങനെ വിശ്വസിക്കും? അവൻ അതിനെ നോക്കിക്കാണുന്നത് പോലെ. അവൻ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അദൃശ്യമായ അജ്ഞാതമായ പാഠങ്ങളാണെങ്കിലും കൺമുമ്പിൽ നോക്കിക്കാണുന്നത് പോലെ, ദൃക്സാക്ഷിയെ പോലെ അവൻ അതിൽ വിശ്വസിക്കും. വദാലിക മിനൻ നൂരില്ലദി ഖദഫഹു അല്ലാഹു ഫി ഖൽബി, എന്തുകൊണ്ടാണ് അത് സാധ്യമാകുന്നത്? അള്ളാഹു അവന്റെ ഹൃദയത്തിൽ ഔദാര്യമായി, അവന്റെ കാരുണ്യമായി ഇട്ടുകൊടുത്ത ഈമാനിന്റെ പ്രകാശം കൊണ്ട്. ഫഇദാ ആമന ഖൽബു, അങ്ങനെ അവന്റെ ഹൃദയം ഈമാൻ കൈക്കൊണ്ടാൽ, നതഖ ലിസാനു, അവന്റെ നാവ് കൊണ്ട് അവൻ അത് പ്രഖ്യാപിക്കും. നേർക്ക് നേരെ കാണുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായാൽ, ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം അവന്റെ ഹൃദയത്തിൽ ഈ വിശ്വാസം അരക്കെട്ടുറപ്പിച്ചാൽ, പിന്നെ അവനത് പ്രഖ്യാപിക്കാതെ വയ്യ. അവന്റെ നാവ് അത് പ്രഖ്യാപിക്കാൻ വെമ്പൽ കൊള്ളും. മുസദ്ദിഖൻ ലിമാ ആമന ബിഹിൽ ഖൽബു, അവന്റെ ഹൃദയത്തിൽ അവൻ വിശ്വസിച്ചുറപ്പിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തി അവന്റെ നാവത പ്രഖ്യാപിക്കുകയായി. വശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യ വചനങ്ങൾ അവൻ ഉരുവിടുകയായി. അവൻ ഷഹാദത്ത് പ്രഖ്യാപിക്കുകയായി. വ അന്ന ഹാദിഹിൽ അശ്യാ അല്ലതി ആമന ബിഹൽ ഖൽബു ഫഹിയ ഹഖ്ഖുൻ, അവന്റെ ഹൃദയം അംഗീകരിച്ച ഈ പരമമായ സത്യം അതവൻ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് സാക്ഷ്യം വഹിക്കുകയായി. ഫഇദാ ആമനൽ ഖൽബു വശഹിദൽ ലിസാൻ, അങ്ങനെ ഹൃദയത്തിൽ അവൻ വിശ്വാസമുറപ്പിച്ചു, നാവ് കൊണ്ടത് പ്രഖ്യാപിച്ചു, അവൻ ഷഹാദത്ത് പ്രഖ്യാപിച്ചു. ആമിലത്തിൽ ജവാരിഹ്, പിന്നെ അവന്റെ അവയവങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയായി, അള്ളാഹുവിന് കീഴൊതുങ്ങുകയായി. അനുസരണവും വിധേയത്വവും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചുള്ള ക്രമവും അവന്റെ ജീവിതത്തിൽ, അവന്റെ അവയവങ്ങളിലൂടെ, അവന്റെ ജീവിതത്തിലെ ദിനേനയുള്ള നടപടിക്രമങ്ങളിലൂടെ പ്രകടമാവുകയായി. അള്ളാഹുവിനെ അവൻ അനുസരിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവൻ ഒഴിച്ചു നിർത്തുന്നില്ല. ഈമാൻ, ഹൃദയത്തിൽ അവൻ ഉറപ്പിച്ച, നാവ് കൊണ്ട് അവൻ പ്രഖ്യാപിച്ച ഈമാനിന്റെ താല്പര്യം അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. അള്ളാഹുവിനോടുള്ള ബാധ്യത തൗഹീദ് കൊണ്ട് അവൻ നിറവേറ്റുന്നു. അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ തിരിയുന്നില്ല. അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ ആവശ്യം ഉന്നയിക്കുന്നില്ല. പ്രാർത്ഥനകളുടെ തേട്ടങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ തിരിച്ചുവിടുന്നില്ല. രക്ഷയും അതുപോലെ തന്നെ പ്രതീക്ഷയും സ്നേഹവും ഭയവും ഭരമേൽപ്പിക്കലും എല്ലാം സമ്പൂർണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അവൻ നിറവേറ്റുന്നു. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കുന്നു. വൻതഹത് അൻ മഹാരിമില്ല, അള്ളാഹു വിലക്കിയ ഹറാമുകൾ അവന്റെ ജീവിതത്തിൽ അകറ്റി നിർത്തുന്നു. ഈമാനൻ, അവന്റെ വിശ്വാസമാണ് അവൻ അതിനെ പ്രേരിപ്പിച്ചത്. വതസ്ദീഖൻ ബിമാ ഫിൽ ഖൽബ്, അവന്റെ ഹൃദയത്തിൽ അവൻ വിശ്വസിച്ചതിനെ സത്യപ്പെടുത്തുകയാണ് അവൻ ജീവിതം കൊണ്ട്. വനതഖ ബിഹിൽ ലിസാൻ, അതാണ് അവന്റെ നാവ് കൊണ്ട് അവൻ പ്രഖ്യാപിച്ചത് ഷഹാദത്തിലൂടെ. ഫഇദാ ഫഅല ദാലിക കാന മുഅ്മിനൻ, ഇങ്ങനെ അവൻ പ്രവർത്തിച്ചാൽ, ഹൃദയത്തിൽ വിശ്വസിച്ചു, അത് നാവ് കൊണ്ട് സത്യപ്പെടുത്തി, അവയവങ്ങളിൽ അതിന്റെ താല്പര്യത്തിനനുസരിച്ച് അവൻ പ്രവർത്തിച്ചു, അവനാകുന്നു യഥാർത്ഥ മുഅ്മിൻ, അവനാകുന്നു യഥാർത്ഥ വിശ്വാസി. സഹോദരങ്ങളെ, ഇതാണ് ഈമാനിന്റെ നിർവചനം. ഹൃദയത്തിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനവും.
ഇതാണ് നമുക്ക് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന ഏറ്റവും പരമമായ കാര്യം. ഈ ഈമാൻ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വരുക്കൂട്ടുകയും അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, നമുക്കതിൽ സമാധാനം കൈക്കൊള്ളാൻ സാധിക്കും. അതില്ലേ നമ്മുടെ ജീവിതത്തിൽ ഈമാൻ കൊണ്ടും തൗഹീദ് കൊണ്ടും സമാധാനമടയാൻ സാധിക്കുന്ന അവസ്ഥയില്ലേ, നമ്മുടെ ഈമാൻ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ ഈമാനിനെ നന്നാക്കാൻ ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈമാനിനെ പുതുക്കാൻ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്നതുപോലെയുള്ള ദുആകൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. ആരാണോ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഈമാനുള്ളവരായ നിലയിൽ ഇസ്ലാമിന്റെ വിശ്വാസവും തൗഹീദും ഉൾക്കൊണ്ടവനായി നേരത്തെ പറഞ്ഞതുപോലെ ഈമാൻ സംഭരിച്ച് നാവ് കൊണ്ടത് പ്രഖ്യാപിച്ച് അവയവങ്ങളിലൂടെ അതിൻ്റെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിച്ച് ആരാണോ ഈമാൻ കൈക്കൊണ്ടത്, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്കാണ് സംശുദ്ധമായ സമാധാന സമ്പൂർണമായ ജീവിതം, പ്രയാസരഹിതമായ ജീവിതം, മനക്ലേശങ്ങളില്ലാത്ത ജീവിതം, ദുരിതങ്ങളും മാനസിക സംഘർഷങ്ങളും ഞെരുക്കാത്ത ജീവിതം. ആർക്കാണ്? ഈമാനുള്ളവർക്കാണ്. ഇങ്ങനെ ഈമാൻ സംഭരിച്ചവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സ്വസ്ഥതയും ധന്യതയും സംതൃപ്തിയുമുള്ള ജീവിതം അവർക്ക് നൽകുമെന്നാണ് ദുനിയാവിൽ. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച നന്മകൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിലും വിഭാവനം ചെയ്യാൻ ചിത്രീകരിക്കാൻ സാധിക്കാത്ത, സുഖങ്ങൾ നിലക്കാത്ത പ്രവാഹമായി അനുഭവിക്കുന്ന മരിക്കാത്ത ലോകത്തെ സ്വർഗത്തിൽ അവർക്ക് പൂർത്തിയായി അല്ലാഹു നൽകും. അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും. ദുനിയാവിലെ പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ മന്ത്രം അതാണ്. സ്വർഗം, പരലോകം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകുന്ന നിലക്കാത്ത പ്രതിഫലത്തിന്റെ പ്രവാഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിന്റെ പ്രസക്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്? എന്താണ് ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്? എന്താണ് ഈ ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും യാഥാർത്ഥ്യം? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, യഅലം അന്നൽ ഹസന മിൻ അവാരിദിൽ ത്വരീഖ്, നീ അറിയണം, ദുഃഖവും വിഷമങ്ങളും മാനസിക പ്രയാസങ്ങളും എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ്. ദുഃഖിച്ച് വിഷമിച്ച് മനക്ലേശവും പ്രയാസവും അനുഭവിച്ച് വിഷാദരോഗിയായി നീ കാലം കഴിച്ചു കൂട്ടിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുകയില്ല. നിന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിന് തടസ്സമാണ് ഈ ദുനിയാവിന്റെ പേരിൽ നീ വിഷമിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും. ലൈസ മിൻ മഖാമാത്തിൽ ഈമാൻ, അത് ഈമാനുള്ളവരുടെ നിലവാരമല്ല. ഈമാനുള്ളവർ അവർ ഈ ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും മാറാപ്പുകളിൽ ജീവിതത്തിൽ ഉത്തരമില്ലാതെ കെട്ടിമറിയേണ്ടവരല്ല. ഈമാനുള്ളവർ സഞ്ചരിക്കേണ്ട തലമല്ല ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും മനപ്രയാസങ്ങളുടെയും തലം. കാരണം എന്താ? ഈമാനുള്ളവരാണോ വലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് സംശുദ്ധമായ ഒരു പ്രയാസവുമില്ലാത്ത ജീവിതം അല്ലാഹു നൽകുന്നതാണ്. അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലോ പിന്നെ ആർക്കാണ് പ്രശ്നം? നമ്മുടെ ഈമാൻ പരിശോധിക്കണമെന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഈമാൻ അത് പുതുക്കണമെന്നതാണ് അതിനുള്ള പരിഹാരം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഈമാനിന്റെ ഉന്നത തലങ്ങളിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് തടസ്സമാണ്. സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാനുള്ള മാർഗതടസ്സമാണ്. വലാ മിൻ മനാസിലി സായിരീൻ, അല്ലാഹുവിലേക്ക് യാത്രയാകുന്നവരുടെ സങ്കേതമല്ല ദുഃഖങ്ങൾ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടരുകയാണ്, വലിഹാദാ ലം യഅ്മുർ അല്ലാഹു ബിഹി ഫീ മൗദിഇൻ ഖത്തു, അതുകൊണ്ട് ഖുർആനിൽ ഒരിടത്തും
നിങ്ങൾ ദുഃഖിതരാകണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖവും വിഷമവും അവിടുത്തെ അധ്യാപനങ്ങളിലൂടെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും വലാ അസ്ന അലൈ, ദുഃഖിതരായി വിഷമിച്ചിരിക്കുന്ന ആളുകളെ പുകഴ്ത്തിയിട്ടില്ല, പ്രശംസിച്ചിട്ടില്ല. വലാ റത്തബ അലൈഹി ജസാഅൻ വലാ സവാബൻ, ദുഃഖിതർക്കും മനപ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്കും അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രതിഫലമുണ്ട്. കേവല ദുഃഖത്തിന്റെ പേരിൽ അതിൽ ക്ഷമിച്ചാൽ പ്രതിഫലമുണ്ട്, അതിൽ സഹനം കൈക്കൊണ്ടാൽ പ്രതിഫലമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പരലോകത്ത് പ്രതിഫലമായി നൽകുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് എന്തുണ്ട്? കൂലിയുണ്ട്. അതല്ലാതെ വെറുതെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക ഒരർത്ഥവുമില്ലാതെ മനപ്രയാസത്തിൽ ഡിപ്രസ്ഡ് ആയിരിക്കുക എന്നുള്ളത് അത് നമുക്കൊരു കൂലിയും ഒരു പ്രതിഫലവും നൽകാത്ത, ഒന്നും നമുക്ക് ഒരു സുത്യർഹമായ പരിണിതിയും അനന്തരഫലവും നൽകാത്ത കാര്യമാണ്. ബൽ നഹ അൻഹു ഫീ ഗൈരി മൗദിഇൻ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുഃഖവും വിഷമങ്ങളും മനപ്രയാസങ്ങളും എന്തിന്റെ പേരിൽ? ദുനിയാവിന്റെ പേരിലാണ്. ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾക്ക് ദുനിയാവിൽ ഉണ്ടാകുക. പണ്ഡിതന്മാർ പറയുന്നു രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവർക്ക് ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ. രണ്ട്, അവർ ആഗ്രഹിക്കാത്തത് സംഭവിക്കുമ്പോൾ. ഈ രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ് ദുഃഖവും പ്രയാസവും ദുനിയാവിൽ ആളുകൾക്ക് ഉണ്ടാവുക. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴും ആഗ്രഹിക്കാത്തത് സംഭവിക്കുമ്പോഴും. എന്നാൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരർത്ഥവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഹനു വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, നിങ്ങൾ പ്രയാസപ്പെടരുത്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ, ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന ഉന്നത സ്ഥാനീയർ നിങ്ങളാണ്. സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ നിങ്ങളാണ്. ആളുകൾ സമൂഹത്തിലെ നേരത്തെ പറഞ്ഞ പോലെ ദുനിയാവിൻ്റെ പല വിശേഷണങ്ങളും കൈയടക്കിയവർ, സമ്പത്തും അധികാരവും നേതൃത്വവും ജനഹൃദയങ്ങളിലുള്ള സ്വീകാര്യതയും ജനങ്ങൾക്കിടയിലുള്ള പ്രശസ്തിയുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, അവരാണ് ഏറ്റവും സൗഭാഗ്യവും സമാധാനവും അനുഭവിക്കുന്നവരെന്നാണ് ആളുകളുടെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ഉന്നതരാകണോ, നിങ്ങൾക്ക് ഏറ്റവും പ്രശസ്തിയിലെത്തണോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ദൗർബല്യം കാണിക്കേണ്ടതില്ല. അല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറയുന്നതായി കാണാം. മക്കയിൽ ശത്രുക്കളുടെ പ്രയാസം സഹിക്കാൻ പറ്റാതായപ്പോൾ, മക്കയിലെ മുശ്രിക്കുകളുടെ പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരിഞ്ഞു മുറുക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാണ്. വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, ക്ഷമിക്കുക നബിയെ, സഹിക്കുക, പ്രയാസങ്ങളെ ക്ഷമ കൊണ്ട് നേരിടുക. പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള മറ്റൊരൊറ്റമൂലി ക്ഷമയാണ്. വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുകയില്ല. അതിനാദ്യം എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, അള്ളാഹുള്ള ഈമാൻ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അള്ളാഹുവിനുള്ള ഈമാൻ എല്ലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എന്ന ഉറച്ച വിശ്വാസമുള്ളവൻ അവൻ അള്ളാഹുവിനെ കൊണ്ട് ക്ഷമിക്കും, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തിയടയും. ക്ഷമ കൊണ്ടവൻ പരീക്ഷണങ്ങളെ നേരിടും. നബിയോട് അള്ളാഹു പറയാണ്, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ ക്ഷമിക്കുക. വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, താങ്കൾ ദുഃഖിക്കരുത്. ശത്രുക്കൾ, മുശ്രിക്കുകൾ താങ്കളെ പ്രയാസപ്പെടുത്തുന്നതിന്റെ പേരിൽ, അവരുടെ പേരിൽ താങ്കൾ ദുഃഖിക്കരുത്, വിഷമിക്കരുത്. വലാ തകു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, അവർ താങ്കൾക്കെതിരെ കുതന്ത്രവും അതുപോലെ തന്നെ ശത്രുതയും മെനയുന്നതിൽ താങ്കൾ ഒരു ഞെരുക്കം, മനക്ലേശം അനുഭവിക്കരുത്. ദുഃഖിക്കരുത്, വിഷമിക്കരുത്, ഹൃദയം എടുക്കരുത്, ഞെരുക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ കൽപ്പന. ക്ഷമിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ദുഃഖിക്കാൻ പാടില്ല, ദുനിയാവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മളാണ് ഏറ്റവും ഉന്നതർ, നമ്മളാണ് ഏറ്റവും സമാധാനമുള്ളവർ. നമുക്ക് ദുഃഖമോ വിഷമമോ ദൗർബല്യമോ ഒരു വിഷയമേ അല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് പറഞ്ഞ, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ വിശേഷണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിളിച്ചുണർത്തിയത് ഇങ്ങനെയാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ
അതിശ്രേഷ്ഠനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി ഫിറഔനിന്റെയും ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷാമാർഗമാക്കി. ഫിലിസ്തീനിന്റെ ബൈത്തുൽ മഖ്ദിസിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലേക്ക് അവർ പ്രവേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിയർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. ആ പുണ്യഭൂമിയിലേക്ക് അവരോട് പ്രവേശിക്കാൻ അല്ലാഹു പറഞ്ഞു. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തി. അല്ലാഹു അനുഗ്രഹിച്ച് ആനയിച്ച് ചെങ്കടലിൽ നിന്ന് സുരക്ഷിത തീരത്തേക്ക് എത്തിച്ചു. പരിശുദ്ധ ഭൂമിയുടെ തീരത്ത് അവരെത്തി. അവരോട് ആ ഭൂമിയിലേക്ക്, ആ മണ്ണിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ ബനൂ ഇസ്രായേലിനെ കൂട്ടാക്കിയില്ല. അവിടെ ശത്രുക്കളുണ്ട്, അവിടെ ശക്തിയുള്ളവരുണ്ട്, പ്രബലരുണ്ട്. അവർ ഞങ്ങളെ വീണ്ടും പീഡിപ്പിക്കും, ഞങ്ങളെ പ്രയാസത്തിലാകപ്പെട്ടും. അതുകൊണ്ട് മൂസ, നീ നിന്റെ അർബം പോയി അവരോട് പിന്നെ യുദ്ധം ചെയ്യുക എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രയാസം, തന്നിൽ വിശ്വസിച്ച സമൂഹത്തിന്റെ ഈ പ്രയാസം, അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നിഷേധത്തിന്റെയും അവഗണനയുടെയും ധിക്കാരത്തിന്റെയും പ്രയാസം അവിടുത്തെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന. ഓ മൂസ, അവർക്കിനി 40 വർഷക്കാലം ആ പരിശുദ്ധ ഭൂമി കിട്ടാക്കനിയാണ്. അവർ മരുഭൂമിയിൽ വഴിതെറ്റിയവരെ പോലെ അലയേണ്ടി വരും. അള്ളാഹു അവർക്കുള്ള ശിക്ഷയായി മൂസാ നബിയോട് അറിയിക്കുകയാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ ഫലസ്തീനിന്റെ പുണ്യഭൂമിയിലേക്ക് അവർ പ്രവേശിക്കാതിരുന്നപ്പോ, അള്ളാഹിന്റെ കൽപ്പന ധിക്കരിച്ചപ്പോ, അവർ ഇനി മരുഭൂമിയിൽ ഗത്യന്തരമില്ലാതെ 40 വർഷം അലയേണ്ടി വരും. യതീഹൂന ഫിൽ അർദ് ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. എന്നിട്ട് മൂസാ നബിയെ ആശ്വസിപ്പിക്കുകയാണ്, ഈ ധിക്കാരികളായ അനുസരണക്കേട് കാണിച്ച ആ സമൂഹത്തിന്റെ പേരിൽ താങ്കൾ ദുഃഖിക്കരുത് മൂസ. അള്ളാഹുവിന്റെ വിധിയാണ്, താങ്കൾ ദുഃഖിക്കരുത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുഃഖം അള്ളാഹു സുബ്ഹാനഹു വ തആല പോക്കിക്കളഞ്ഞതാണ്. അതുകൊണ്ട് അംബിയാക്കൾ, മുർസലീങ്ങൾ, അവർ പ്രതിസന്ധികളുടെ വേളയിൽ അവരുടെ ഹൃദയത്തിൽ മനക്ലേശങ്ങളും പ്രയാസങ്ങളും ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ, പ്രബോധന മേഖലയിൽ അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന വേളയിൽ അള്ളാഹു വഹി ഇറക്കി ഇടപെടുന്നു. ദുഃഖിക്കരുത്. ആ ദുഃഖം ഒരു മുഅ്മിനിന്റെ അടയാളമല്ല. വിഷമവും പ്രതിസന്ധിയും ദുനിയാവിൽ നേരിട്ടാൽ അതിന്റെ പേരിൽ ക്ഷമ നശിക്കുന്നവനായി ഒരു മുസ്ലിമിനെ കാണാൻ പാടില്ല. അള്ളാഹു അംബിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നൽകിയ പാഠം ഇതാണ്, ദുഃഖിക്കരുത്, വിഷമിക്കരുത് എന്നാണ്. പിന്നെ എന്തിനു നമ്മൾ ദുഃഖിക്കണം? പിന്നെന്ത് നഷ്ടത്തിന്റെ പേരിൽ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തണം? എന്തിനു പിന്നെ ജീവിതത്തിലെ, ദുനിയാവിലെ നശിക്കുന്ന നൈമിഷികമായ ഈ ലോകത്തെ താരതമ്യേന അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പുഷ്പത്തിന്റെ പോലും വിലയില്ലാത്ത, ഒരു പുൽക്കൊടിക്ക് പോലും കനമില്ലാത്ത നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തിന് നമുക്ക് മാറാ പ്രയാസങ്ങളായി, വ്യാധികളായി, ആകുലതകളായി, വിശാലമായി, ഉത്കണ്ഠയായി, ആശങ്കയായി നമ്മുടെ ഭാവി ജീവിതം വഴിമുട്ടി നിൽക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാ പ്രയാസങ്ങളിൽ നിന്നും തുറവി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹിജ്റ വേളയിൽ അവിടുത്തെ സാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? സൗർ ഗുഹയിൽ ഒളിച്ചു. നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ ഒളിച്ചു. ശത്രുക്കൾ അവരെ തിരഞ്ഞു ഗുഹാമുഖത്തെത്തി. അവരുടെ കാലനക്കം നബിയും അബൂബക്കറും തിരിച്ചറിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രയാസമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമാധാനം അല്പം ഒന്ന് ശോഷിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവത്തെ പറ്റി പറഞ്ഞു, ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറു ثاني اثنين إذ هما في الغار. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിഷേധിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ, അദ്ദേഹം രണ്ടാലൊരാളായപ്പോൾ, അതായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഹിജ്റ ഉദ്ദേശിച്ച് പുറപ്പെട്ടപ്പോൾ, ഇത് ഹുമാ ഫിൽ ഗാർ, അവർ സൗർ എന്ന ഗുഹയിൽ അകപ്പെട്ടപ്പോൾ, ഇത് യഖൂലു ലി സാഹിബി,
തൻ്റെ കൂട്ടുകാരനോട് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അബൂബക്കർ, ശത്രുക്കൾ തങ്ങളെ കാണുമല്ലോ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മുടെ സാന്നിധ്യം ഈ ഗുഹയിൽ അവർ അറിയുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ്? മാ ദുന്നുക യാ അബൂബക്കർ ബിസ്നൈനില്ലാഹു സാലിസുഹുമ. ഓ അബൂബക്കർ, നമ്മൾ രണ്ടാളോടൊപ്പം മൂന്നാമനായി അള്ളാഹു ഉള്ളപ്പോൾ എന്താണ് നിന്റെ വിചാരം? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അള്ളാഹു പറഞ്ഞു, തന്റെ സാഹിബിനോട് അവിടുന്ന് പറഞ്ഞു, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, ദുഃഖിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം പിന്നീട് സ്വഹാബത്തിന് പകർന്നു നൽകുകയാണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വാർത്തെടുത്തത് ഇങ്ങനെയാണ്. അവിടുത്തെ മനപ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അള്ളാഹു വഹിയിറക്കി. ഈമാൻ കൊണ്ടും ഇസ്ലാം കൊണ്ടും അവിടുത്തേക്ക് നിർഭയത്വവും സമാധാനവും നൽകി. ദുഃഖിക്കരുത്, ലാ തഹ്സൻ. അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി. പിന്നീട് തന്റെ സ്വഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ അത് പകർന്നു നൽകുകയാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ, ശത്രുക്കളുടെ കാൽച്ചുവട്ടിൽ, ഗുഹാമുഖത്ത് പിടിയിലകപ്പെടുമെന്ന ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് അളന്നാൽ മറ്റൊരു പഴുതുമില്ലാത്ത സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമാധാനത്തിന്റെ ഭാഷ്യം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഇതുപോലെ നമുക്ക് ദുഃഖങ്ങൾ തരണം ചെയ്യാൻ, ഇതുപോലെ പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും നമ്മിൽ നിന്ന് അകലാൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂലിന് മേൽ സമാധാനം ഇറക്കി. സമാധാനം എങ്ങനെ ലഭിക്കുക? മനസ്സമാധാനം എങ്ങനെയാണ് ലഭിക്കുക? അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ, അവന്റെ രക്ഷയും അവന്റെ സഹായവും അവൻ നൽകുന്ന സ്വർഗവും അവിടുത്തെ നിലക്കാത്ത സുഖവും അത് മനസ്സിൽ കാണുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി അടിയുറക്കുകയാണെങ്കിൽ പിന്നെന്തു പ്രയാസമാണ് സഹോദരങ്ങളെ ഈ നശിക്കുന്ന ദുനിയാവിൽ നമുക്ക് പ്രയാസമായി മാറുക. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. അല്ലാഹു അവിടുത്തെ റസൂലിന് മേൽ സമാധാനം ഇറക്കി. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട്, മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂലിന് പിൻബലം നൽകി, സംരക്ഷണം നൽകി. വജഅല കലിമത്തൽ ലദീന കഫറു സുഫ്ലാ. അല്ലാഹുവിന്റെ റസൂലിനെ പിടികൂടാൻ, വധിക്കാൻ, ഇല്ലാതാക്കാൻ വന്ന മഹാകിങ്കരന്മാരായ ബഹുഭൂരിപക്ഷം വരുന്ന ആ ശത്രു സമൂഹത്തിന്റെ ജൽപ്പനങ്ങൾ, അവരുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ അല്ലാഹു നിന്ദിതയിലാക്കി, അധമത്വത്തിലാക്കി, പാതാളത്തിലാക്കി. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ. പിന്നീട് ചരിത്രം സാക്ഷ്യം വഹിച്ചു, മദീനയിൽ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം അല്ലാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാനിന്റെ, സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ ആ മഹത്വചനം അത് ഉന്നതിയിലായി. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു അങ്ങേയറ്റം പ്രതാപിയും അങ്ങേയറ്റം യുക്തിയുള്ളവനുമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും പ്രതാപമുള്ള, സമ്പന്നനായ, ധനികനായ, സർവൈശ്വര്യ സമ്പൂർണനായ, എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ കഴിവുള്ള, സർവശക്തനായ, രാജാതിരാജനായ, മലിക്കുൽ ജബ്ബാറായ, അതീവ കാരുണ്യം അവന്റെ അടിമകൾക്ക് തുറന്നു നൽകുന്ന കാരുണ്യത്തിന്റെ കേദാരമായ റബ്ബുൽ ആലമീൻ, അവന്റെ അടിമകളാകുന്ന നാം എങ്ങനെയാണ് സമാധാനമില്ലാത്തവരായി ജീവിതം തള്ളി നീക്കുക? മുൻഗാമികളിൽ ചിലർ ചോദിച്ചതുപോലെ ദാരിദ്ര്യത്തെയും ജീവിതത്തിലെ ഞെരുക്കത്തെയും ഞാൻ എന്തിനു പ്രയാസപ്പെടുന്നവനാകണം? എന്തിനു ഞാൻ ഭയപ്പെടണം? ദാരിദ്ര്യത്തെയും ഞെരുക്കത്തെയും ഞാൻ എന്തിനു ഭയപ്പെടണം? ഏറ്റവും വലിയ സമ്പന്നന്റെ, ധനികന്റെ അടിമയല്ലയോ ഞാൻ? അള്ളാഹുവിന്റെ അടിമകളാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിച്ച മുവഹിദുകളാണ് നാം. അതുകൊണ്ട് ലാ തഹീനു വലാ തഹ്സനു. നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, നമ്മൾ ക്ഷീണിക്കേണ്ടതില്ല, നമുക്ക് ദൗർബല്യമില്ല. നമ്മളാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു പറഞ്ഞതുപോലെ നമ്മൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിക്കാതിരിക്കാൻ, വിഷമിക്കാതിരിക്കാൻ, മനക്ലേശങ്ങളും പ്രയാസങ്ങളും അലട്ടാതിരിക്കാൻ ദുആ ചെയ്യാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അതിന്റെ പിന്നാലെ കൂടാനല്ല നമ്മളെ പഠിപ്പിച്ചത്. തുടക്കത്തിൽ നമ്മൾ കേൾപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും എനിക്ക് നീ കാവൽ നൽകണമേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും നീ എനിക്ക് രക്ഷയേകണമേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹ്രി റിജാൽ.
ആളുകളുടെ അതിജയത്തിൽ നിന്നും, ആളുകൾ എന്നെ അതിജയിക്കുന്നതിൽ നിന്നും, കടം എന്നെ വരിഞ്ഞു മുറുക്കുന്നതിൽ നിന്നും, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നീ പറയുക. ഈ ദുആ നമ്മൾ അറിയാത്തവരല്ല. നമ്മളിൽ പലർക്കും ഓർമ്മ വെച്ച നാൾ മുതലേ ചിലപ്പോൾ ഈ ദുആ മനപ്പാടുണ്ടായിരിക്കും. പക്ഷെ ഈ ദുആ ചൊല്ലേണ്ടതുപോലെ ചൊല്ലി, ഈമാൻ പുതുക്കി, മനസ്സിൽ തട്ടി, ഇതുകൊണ്ട് പരിഹാരം അല്ലാഹുവിൽ നിന്ന് തീർച്ചയായും ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ ചൊല്ലി, ഇതുപോലെ പയറ്റിത്തളഞ്ഞ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ചികിത്സ ഫലവത്തായി ഉപയോഗപ്പെടുത്തിയ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉള്ളവരുണ്ടാകും, അനുഭവസ്ഥരുണ്ടാകും. കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ അള്ളാഹു ദുഃഖങ്ങളെ ചികിത്സിക്കാൻ പറഞ്ഞ ചികിത്സയായി നമ്മെ പഠിപ്പിച്ച മഹത്തായ ദുആയാണ്. സഹോദരങ്ങളെ, ഈ ദുആയിൽ 8 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷ ചോദിച്ചത്. 8 കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളായിട്ടാണ് 8 കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ ഓരോ 2 കാര്യങ്ങളും സമാനർത്ഥമുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തത് അൽ ഹമ്മു വൽ ഹസൻ. ഹമ്മും ഹസനും ഏകദേശം സമാനർത്ഥമാണ്. ദുഃഖം, വിഷമം എന്ന് പറയും. പക്ഷെ അതിന് നേരിയ ആശയ വ്യത്യാസമുണ്ട്. ഹസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുള്ള ആകുലത, മനോവ്യത, അതിനാണ് ഹസൻ എന്ന് പറയാം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖം. ഹമ്മ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആശങ്ക, ഉത്കണ്ഠ, ആങ്സൈറ്റി. അതിനാണ് എന്താ പറയാ? ഹമ്മ്. നമ്മൾ ഭയക്കുന്ന, നമ്മൾ പേടിക്കുന്ന എന്തെങ്കിലും കാര്യം ഭാവിയിൽ സംഭവിക്കുമോ എന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും ആദ്യമാണ് ഹമ്മ്. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച പ്രയാസങ്ങളും നഷ്ടങ്ങളും വ്യതകളും ആലോചിച്ചുകൊണ്ടുള്ള ആകുലതയാണ് ഹസൻ. ഇത് രണ്ടും നമ്മുടെ സമാധാനത്തെ കെടുത്തും. അതുകൊണ്ട് അത് രണ്ടിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അടുത്ത 2 കാര്യങ്ങൾ എന്താണ്? അൽ അജ്സു വൽ കസൽ. അജ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിപരമായി നമുക്കുള്ള അശക്തിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലാതിരിക്കുക, ശേഷിയില്ലായ്മ. അതിനാണ് അജ്സ് എന്ന് പറയാം. എല്ലാവർക്കും എല്ലാറ്റിനും കഴിവുണ്ടാവോ? ഇല്ല. മനുഷ്യർ പരിമിതികളുള്ളതാണ്. നമ്മുടെ പരിമിതികൾ കൊണ്ടുണ്ടാകുന്ന അശക്തി അത് ചിലപ്പോൾ നമുക്ക് പ്രയാസം സൃഷ്ടിക്കും. ആ പ്രകൃതിപരമായിട്ടുണ്ടാകുന്ന നമ്മുടെ പരിമിതികൾ കൊണ്ടുണ്ടാകുന്ന ദൗർബല്യം, അശക്തി, അതിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നതാണ്. എന്നാൽ കസൽ എന്ന് പറഞ്ഞാലോ മടി, അലസത. നമുക്ക് കഴിവുണ്ട്, നിസ്കരിക്കാൻ കഴിയും, 5 നേരവും പുരുഷന്മാർക്ക് ജമാഅത്തിൽ മസ്ജിദിൽ എത്താൻ കഴിയും, ജമാഅത്തായി നിസ്കരിക്കാൻ. ഹറാമായ കാര്യങ്ങൾ ഒഴിച്ചു നിർത്താൻ കഴിയും, ചെയ്യാതിരുന്നാൽ മതി. ഹറാമ് ചെയ്യലല്ല, ചെയ്യാതിരുന്നാൽ മതി, അനങ്ങാതിരുന്നാൽ മതി, കഴിയും. വാജിബായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ മടി, അലസത. നമുക്ക് ശേഷിയുണ്ട്, പക്ഷെ നമ്മുടെ ബോധപൂർവമുള്ള അലസതയും മടിയുമാണ് എന്ത്? കസൽ. ഇതും നന്മകളും അതുപോലെ തന്നെ ഈമാനികമായ സ്വസ്ഥതയും സമാധാനവും നമുക്ക് നഷ്ടപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ധൈര്യവും അതുപോലെ തന്നെ മാനസിക സമ്പന്നതയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് അശക്തിയും ദൗർബല്യവും മടിയും അലസതയും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ദീനിന്റെ വക്താവായി, ദീനിന്റെ ജീവിക്കുന്ന പതിപ്പായി, ദീനിന്റെ പ്രത്യക്ഷ ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കുന്നവരായി ബഹുസ്വര സമൂഹത്തിൽ ശത്രുക്കൾ അനേകമുള്ള ഇസ്ലാമികേതര ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ധൈര്യം വേണം. അശക്തി ഉണ്ടാകാൻ പാടില്ല, മടി ഉണ്ടാകാൻ പാടില്ല. മടിയും അലസതയും സർവ്വ നന്മകളും നമുക്ക് കിട്ടാക്കനിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖവും വിഷമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു 2 കാര്യങ്ങൾ കൂടി രക്ഷ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസൽ. അടുത്ത 2 കാര്യങ്ങൾ എന്താണ്? അൽ ജുബ്ൻ, അൽ ബുഖൽ. ജുബ്ൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം, ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്ക്. ഈ പറഞ്ഞ രൂപത്തിൽ ഭീരുത്വം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ദീൻ പുറമേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല, താടി വെക്കാൻ സാധിക്കില്ല, ഇസ്ലാമികമായ വസ്ത്രം ധരിക്കാൻ സാധിക്കുകയില്ല. സമൂഹത്തിന്റെ ചോദ്യം ചെയ്യൽ, അവരെ കളിയാക്കൽ, ബഹിഷ്കരണം, ആളുകളുടെ ശത്രുത, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, ഇതൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ, അതിനോട് ഭീരുത്വം കാണിച്ചാൽ ഒരിക്കലും ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അവസാന കാലത്ത് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് കയ്യിൽ തീക്കട്ട ഏന്തിയവനെ പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
ധൈര്യമുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. ഭീരുത്വമില്ലാത്തവർക്ക് അത് സാധിക്കുകയുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നന്മയിൽ കർമ്മനിരതരാകാൻ, സമൂഹത്തിന് നന്മ എത്തിക്കാൻ, ആളുകൾക്കിടയിൽ നമ്മൾ അറിഞ്ഞ നന്മ പ്രചരിപ്പിക്കാൻ, ആളുകളെ നന്മയിലേക്ക് വഴി നയിക്കാൻ, ആളുകൾക്ക് ഗുണം ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് ജുബ്ൻ എന്ന ദുർഗുണത്തിൽ നിന്ന് അകന്നു നിൽക്കൽ അനിവാര്യമാണ്, ധൈര്യശാലിയാകാൻ. അപ്പോ നന്മകളിൽ മുന്നേറാൻ ജുബ്ൻ എന്ന ഭീരുത്വം എന്ന ദുർഗുണം നമുക്ക് തടസ്സമാകും. നിഅമത്തുകൾ ലഭിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കാനൊക്കെ അത് തടസ്സമാകും. പിശുക്ക് എന്നത്, അൽ ബുഖ്ലി എന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ടുള്ള പുണ്യപ്രവർത്തനങ്ങൾക്ക് തടസ്സമാകും. ഈ ജുബ്നും ബുഖ്ലും തമ്മിലുള്ള വ്യത്യാസമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ജുബ്ൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം കൊണ്ടുള്ള നന്മക്കാണ് തടസ്സമാകും. ഭീരുത്വവും പേടിയുണ്ടായാൽ നമ്മളെ ശരീരം കൊണ്ട് നന്മ ചെയ്യാൻ നമുക്ക് തടസ്സമാകും. പിശുക്ക് എന്ന് പറഞ്ഞാലോ സമ്പത്ത് കൊണ്ട് നന്മ ചെയ്യാൻ നമുക്ക് തടസ്സമാകും. സമ്പത്ത് അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യാന്നുള്ളതാണ് പിശുക്കിനെതിരായ അവസ്ഥ. അപ്പൊ സാമ്പത്തികമായ നന്മകൾക്ക് തടസ്സമാണ് എന്ത്? പിശുക്ക്. ശാരീരികമായ നന്മകൾക്ക് തടസ്സമാണ് എന്ത്? ഭീരുത്വം. ഇത് രണ്ടും നമ്മുടെ സമാധാനം കെടുത്തും. ഒരാൾ സാമ്പത്തികമായി കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ, വീട്ടേണ്ട ഹക്ക് വീട്ടിയിട്ടില്ലെങ്കിൽ മനസാക്ഷി കുത്തുണ്ടാകും, അല്ലേ? അതവന്റെ ജീവിതത്തിൽ അലട്ടും. ഒരു വേള തന്റെ സ്വാർത്ഥതയെ അവൻ അതിനെ കവച്ചു വെക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമെങ്കിലും അവന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും ആ പ്രയാസം അവൻ അനുഭവിക്കും, സംശയമില്ല. മാത്രമല്ല അവന്റെ സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധികളുണ്ടാകും. ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി കയ്യിൽ കുറെ പൈസ ഉണ്ടായാലും ഉണ്ടാകുകയില്ല. അത് അല്ലാഹു ആകാശ ലോകത്ത് നിറക്കി തരണം. സാമ്പത്തിക രംഗത്ത് കൊടുക്കേണ്ടത് കൊടുത്ത് പിശുക്ക് കാഴ്ചവെക്കാതെ വീട്ടേണ്ട ഹക്ക് വീട്ടുന്നവർക്ക് അത് സാധിക്കുകയുള്ളൂ. അപ്പൊ സമ്പത്ത് നമ്മുടെ സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാമ്പത്തിക രംഗത്ത് സമാധാനം ഉണ്ടെങ്കിൽ പിശുക്കുണ്ടാവാൻ പാടില്ല. കൊടുക്കേണ്ട ഹക്ക് വീട്ടണം. ശാരീരികമായി നമ്മൾ ചെയ്യുന്ന നന്മകളിൽ സമാധാനം കണ്ടെത്തണമെങ്കിൽ ഭീരുത്വം ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ടു കാര്യവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചു. അവസാനത്തെ രണ്ട് കാര്യങ്ങൾ, കടം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഞെരുക്കുന്ന അവസ്ഥയും, അതുപോലെ തന്നെ മനുഷ്യർ ആളുകൾ നമ്മെ അതിജയിക്കുന്ന അവസ്ഥയും. അത് ശത്രുക്കളായിട്ടാകാം, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലും അനാവശ്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായ ആളുകളുടെ പ്രയാസം നമുക്ക് ഉണ്ടാകാം. രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്ന്, നമുക്ക് പരീക്ഷണമായി നമ്മൾ ന്യായമായി ചിലപ്പോൾ എന്ത് ചെയ്യാം, ആളുകളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കപ്പെടാം. അമ്പിയാക്കളും മുർസലീങ്ങളും ശത്രുക്കളുടെ പീഡനങ്ങൾ അനുഭവിച്ചതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മക്കയിൽ സ്വാധീനമില്ലാത്തതുകൊണ്ടാണ്, മക്കയിൽ ശത്രുക്കളുടെ അതിജയം ഉണ്ടായപ്പോഴാണ്. മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത് അതുകൊണ്ടാണ്. അത് ന്യായമായ ശത്രുക്കളുടെ അതിജയമാണ്. എന്നാൽ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ദ്രോഹിച്ച് അനങ്ങാതിരിക്കുന്നവരെ പോയി പ്രകോപിപ്പിച്ച് പ്രശ്നമുണ്ടാക്കി അവരെ ശത്രുത ഇരന്നു വാങ്ങാന്നുള്ള നമ്മുടെ പ്രശ്നം കൊണ്ട് ഉണ്ടാകാം. രണ്ട് രൂപത്തിൽ മനുഷ്യന്മാരുടെ സഹസൃഷ്ടികളുടെ അതിജയം, ആളുകൾ നമ്മെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാം. ഇത് രണ്ടും നമുക്ക് ദ്രോഹമാണ്. ഈ രണ്ടവസ്ഥയും, നമ്മെ കൊണ്ട് ആളുകൾ നമ്മെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയും, അതല്ലെങ്കിൽ ആളുകൾ നമ്മൾ ന്യായത്തിൽ ഹക്കിൽ അടിയുറച്ചതുകൊണ്ട് നമ്മുടെ മേൽക്ക് പ്രകോപിതരായി ശത്രുത അഴിച്ചുവിടുന്ന അവസ്ഥയും, രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കുന്ന ചോദ്യം ഇതിലുണ്ട്. അതുപോലെ തന്നെ കടം, അല്ലെ? കടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ആബിദാണെങ്കിലും, എത്ര മുത്തഖിയാണെങ്കിലും, എത്ര ഇബാദത്തിനും ദിക്റുകൾക്കും വേണ്ടി സമയം കണ്ടെത്തുന്ന അവന്റെ മനസ്സിൽ ഇത് അലട്ടി വരും. നിസ്കാരത്തിൽ ഇതായിരിക്കും ചിന്ത, കൊടുത്തു കൂട്ടണമല്ലോ. കടക്കാരനായി മരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഒരു മുഅ്മിന് എപ്പോഴും ആ പ്രയാസം അവന്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയതുപോലെ. അതുകൊണ്ട് കടവും സാമ്പത്തിക പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപാധിയാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടച്ചു നീക്കാൻ നമ്മെ പഠിപ്പിച്ച മഹത്തായ ഒറ്റമൂലിയാണ് ഈ ദുആ. ഈ ദുആ നമ്മൾ പഠിക്കണം. അതിന്റെ അർത്ഥമറിഞ്ഞ് എന്നും രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ ഈ ദുആ ഉൾപ്പെടുത്തണമെന്ന് വസിയത്തായി നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുക്കത്തിൽ നമ്മൾ ഈ വിഷയത്തിന്റെ ആമുഖമാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുഃഖവും വിഷമവും മനപ്രയാസവും മാനസിക സംഘർഷങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിന് യോജിച്ച നിലവാരമല്ല. അതുണ്ടാകാം.
ജീവിത സാഹചര്യങ്ങളിൽ ദുഃഖിക്കുന്ന, വിഷമങ്ങൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം, വേണ്ടപ്പെട്ടവരുടെ മരണമുണ്ടാകാം, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ പിടിപെടാം. സ്വാഭാവികമാണ്, അത് പരീക്ഷണമാണ്. അതുണ്ടായാൽ നമ്മൾ അതിനെ മുളയിലെ നുള്ളിക്കളയണം. അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ തൃപ്തി അടയണം. സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും നേരിടണം. പ്രയാസങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ അള്ളാഹുവിലേക്ക് രക്ഷാവലംബിക്കണം. നമ്മെ പരീക്ഷണത്തിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. ആ പരീക്ഷണത്തിന്റെ ഭാഗമായി പരീക്ഷണങ്ങൾ അവൻ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നു. അത് നമ്മൾ വിധേയനാകും. അത് നമ്മിൽ നിന്ന് എടുത്തു നീക്കാനും കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് അവനോട് തേടണം. പടപ്പുകളോട് പ്രയാസം പറഞ്ഞു നടക്കുന്നതിനേക്കാൾ പടച്ചവനോട് പ്രയാസങ്ങൾ പറയാൻ നമ്മൾ തയ്യാറാകണം. ഈ മഹത്തായ ദുആ, അതുകൊണ്ട് നമ്മൾ അതിനെ നേരിടണം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ചികിത്സയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മന്ത്രം ഇതാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മനസ്സിന്റെ സമാധാനം കെടുത്തിക്കളയുക എന്നുള്ളത് ശൈത്താൻ നമ്മെ നശിപ്പിക്കുന്ന അവന്റെ പ്രധാനപ്പെട്ട ആയുധമാണ്. ഇതാണ് മറ്റൊരു കാര്യം. എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്? അത് ശൈത്താന്റെ തന്ത്രമാണ്. ശൈത്താൻ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ദുർബലരാക്കുന്ന അവന്റെ ആയുധമാണിത്, അവന്റെ രഹസ്യമായ ആയുധം. ഇനി എത്ര സമയമുണ്ട്? 9 മിനിറ്റോ? അയ്യോ, എത്ര മിനിറ്റ് നമുക്കിനി സംസാരിക്കാം? 9 മിനിറ്റ്. 55 വാങ്ക്. അയ്യോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദലയിൽ പറയുന്നു, ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി ലിയഹ്സുനൽ ലദീന ആമനൂ വലൈസ ബിദാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ശൈത്താൻ ഹറാമുകളും തോന്നിവാസങ്ങളും അരുതായ്മകളും നിങ്ങൾക്ക് രഹസ്യമായി ഓതിത്തരുന്നു. നോക്കൂ, നിങ്ങൾ ശൈത്താൻ എങ്ങനെയാണ് നമുക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കാൻ കാരണമാകുന്നതെന്ന് അള്ളാഹു പഠിപ്പിക്കണം. ശൈത്താൻ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള അവന്റെ മാർഗത്തിലേക്ക് നമ്മെ നയിക്കാൻ സാധിക്കുന്ന അനാവശ്യങ്ങൾ, അരുതായ്മകൾ, അത് ചിന്തകളിൽ ഉണ്ടാകാം, വാക്കായിട്ടുണ്ടാകാം, പ്രവർത്തനങ്ങളായിട്ടുണ്ടാകാം, സൗഹൃദ വലയങ്ങളിലൂടെ നൽകും, ജീവിക്കുന്ന സാഹചര്യത്തിലൂടെ നൽകും, ജോലി ചെയ്യുന്നിടത്ത് അവൻ ആ സാഹചര്യം അനുകൂലമാക്കും. ഇങ്ങനെ ശൈത്താൻ നമുക്ക് ഓതിത്തരുന്ന രഹസ്യമന്ത്രങ്ങൾ, അനാവശ്യങ്ങൾ, തിന്മകളിലേക്കും പാപങ്ങളിലേക്കുമുള്ള പ്രോത്സാഹനങ്ങൾ എന്തിനു വേണ്ടിയാണത്? ലിയഹ്സുനൽ ലദീന ആമനു, ഈമാനുള്ള ആളുകളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ്. തിന്മകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, അരുതായ്മകളുടെ പിന്നാലെ പോയാൽ, അനിസ്ലാമികതകളുടെ പിന്നാലെ പോയാൽ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, അവന്റെ ജീവിതം ഇടുങ്ങും, അവന്റെ ഹൃദയം ഞെരുങ്ങും, അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവന്റെ ഹൃദയത്തിൽ നന്യമാകും, ഈമാൻ നഷ്ടപ്പെടും. അങ്ങനെ ഈമാനുള്ളവരെ ദുഃഖിപ്പിക്കാനാണ് ശൈത്താൻ ഈ കുതന്ത്രങ്ങൾ മെനയുന്നത്. അപ്പൊ നമുക്ക് ദുഃഖവും വിഷമവും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്താണ്? തിന്മകളാണ്, ഹറാമുകളാണ്, തോന്നിവാസങ്ങളാണ്, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, ദുനിയാവിനോടുള്ള പ്രേമമാണ്, കാലാകാലം ജീവിക്കണമെന്ന മോഹമാണ്, ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയില്ലായ്മയാണ്, സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വീണ്ടും വിചാരമില്ലായ്മയാണ്. അപ്പൊ ശൈത്താൻ ഇട്ട് തരുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ ഈമാനുള്ളവരെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ്. വലൈസ ബിദാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. പക്ഷെ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ശൈത്താന്റെ ഒരു കുതന്ത്രവും ഈമാനുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. അള്ളാഹുലേക്ക് തിരിഞ്ഞു നടന്നാൽ അതെല്ലാം പുഷ്പം പോലെ നിർവീര്യമാകും. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശൈത്താന്റെ കുതന്ത്രങ്ങളെ, നമ്മെ ദുഃഖത്തിലും വിഷമത്തിലും മനക്ലേശങ്ങളും പ്രതിസന്ധികളിലും പ്രയാസങ്ങൾ അകപ്പെടുത്തുന്ന ശൈത്താന്റെ കുതന്ത്രങ്ങളെ എങ്ങനെയാണ് മുഅ്മിനീങ്ങൾ വകഞ്ഞു മാറ്റേണ്ടത്? വഅലല്ലാഹി ഫല്യതവക്കൽ. അള്ളാഹുവിൽ പരമേൽപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി മുഅ്മിനീങ്ങൾ അതിനെ തരണം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സാഹചര്യം അനുസരിച്ച് ഇതിന്റെ പൂർത്തീകരണം, ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിന് നമ്മൾ കൈവരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചികിത്സകൾ, അത് വിശദമായി നമുക്ക് അടുത്ത സന്ദർഭത്തിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മൊത്തത്തിൽ ഈ വിഷയത്തിന്റെ ഒരു ആമുഖവും ഇതിന്റെ ആകത്തുകയുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിലേക്കും ഈമാനിലേക്കും ഇസ്ലാമിലേക്കും ഹിദായത്തിലേക്കും അള്ളാഹുവിലേക്കുള്ള അഭയത്തേട്ടത്തിലേക്കും ദുആകളിലേക്കും മടങ്ങി ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും തൗഫീഖും അവൻ കനിയുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി
والعجز والكسل والجبن والبخل وضلع الدين وقهر الرجال وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله